അസ്സലാമു പ്രാർത്ഥിച്ചാൽ ഫലമുണ്ടോ, അല്ലെങ്കിൽ പ്രാർത്ഥന കൊണ്ട് പ്രയോജനമുണ്ടോ എന്ന് സംശയിക്കുന്നവർക്കുള്ള ഒരു കഥയാണ് ഞാൻ പറയുന്നത്. പാകിസ്ഥാനിലെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അഹമ്മദ് ഷാ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആഗോളതലത്തിൽ ഡോക്ടേഴ്സിൻ്റെ കോൺഫറൻസ് നടക്കുന്ന ഒരു ഏരിയയിലേക്ക് അദ്ദേഹം ഫ്ലൈറ്റിൽ യാത്ര ചെയ്തു പോവുകയാണ്. പെട്ടെന്ന് ശക്തമായ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ഫ്ലൈറ്റ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യേണ്ടി വരികയാണ്. എയർപോർട്ടിൽ ലാൻഡ് ചെയ്തതിന് ശേഷം അദ്ദേഹം അവിടെ എയർപോർട്ട് അധികൃതരുമായി സംസാരിച്ച് തനിക്കിങ്ങനെ കോൺഫറൻസിന് പോകാനുള്ളതാണെന്നും എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരണമെന്നും അവരോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ അവർ ഒരു ടാക്സി അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് അദ്ദേഹത്തിന്. അദ്ദേഹം അങ്ങനെ ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിജനമായ ഒരു സ്ഥലം എത്തിയപ്പോൾ ശക്തമായ കാറ്റും മഴയെ തുടർന്ന് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. പെട്ടെന്ന് തന്നെ അവരവിടെ വണ്ടി നിർത്തി. വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ വളരെ വിജനമായ ഒരു സ്ഥലം. അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒന്നും കാണാനില്ല. പെട്ടെന്ന് ഒരു ചെറിയൊരു കുടിലിൽ നിന്നുള്ളൊരു വെട്ടം ഡോക്ടറിൻ്റെ കണ്ണിൽ പെടുകയാണ്. അദ്ദേഹം അങ്ങനെ ആ കുടിലിലേക്ക് ചെന്നു. കുടിലിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ഉമ്മ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു മകൻ, അവനിങ്ങനെ കട്ടിലിൽ അവശനായി കിടക്കുകയാണ്. ഉമ്മയുടെ നമസ്കാര ശേഷം ഈ ഡോക്ടർ ആ ഉമ്മയോട് ഒരു ഗ്ലാസ് വെള്ളം ആവശ്യപ്പെടുന്നു. അങ്ങനെ ഉമ്മ ആ ഡോക്ടറിന് വെള്ളം കൊടുക്കുകയാണ്. വെള്ളം കുടിച്ച ശേഷം ആ ഡോക്ടർ ഉമ്മയോട് ചോദിക്കുന്നു, ആ കിടക്കുന്നത് ആരാണ്, എന്താണ് അവന് പറ്റിയത്? അത് തൻ്റെ മകനാണെന്നും അവനൊരു മാറാവ്രാന്തി പിടിച്ച് ഒരുപാട് നാളായി ഇങ്ങനെ കിടക്കുകയാണെന്നും തൻ്റെ സ്വത്തുക്കളെല്ലാം വിറ്റ് അവന് നിരവധി ചികിത്സകൾ ചെയ്തുവെന്നും യാതൊരു മാറ്റവുമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണെന്നും ഉമ്മ സങ്കടത്തോടെ ആ ഡോക്ടറിനോട് പറയുകയാണ്. പിന്നീട് ആ ഉമ്മ പറയുന്നുണ്ട്, അടുത്തുള്ള ആളുകൾ പറയുന്നുണ്ട്, തെക്കൻ പാകിസ്ഥാനിലെങ്ങാണ്ട് ഒരു ഡോക്ടറുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ അടുത്ത് തൻ്റെ മകനെ എത്തിച്ചാൽ മകൻ്റെ അസുഖം പൂർണ്ണമായി ശിഫപ്പെടുമെന്നും ആളുകൾ പറയുന്നുണ്ടെന്നും, എന്നാൽ തൻ്റെ പക്കൽ ഇനി ഒന്നുമില്ല, കാരണം എല്ലാം വിറ്റ് ചികിത്സകൾ നടത്തിയെന്നും അതിൽ പരം ആ ഡോക്ടറെ കാണണമെങ്കിൽ ഒരുപാട് പണം വേണമെന്നും പിന്നെ അദ്ദേഹം വളരെ തിരക്കുള്ളതായതുകൊണ്ട് തന്നെ പോലുള്ള പാവങ്ങളെ ചികിത്സിക്കാൻ നിൽക്കുമില്ലെന്നുമാണ് എന്ന് കരുതി ആ ഉമ്മ സങ്കടപ്പെട്ട് കരയുകയാണ്. പിന്നീട് ആ ഉമ്മ പറയുന്നുണ്ട്, എങ്കിലും ഞാൻ അള്ളാഹുവിനോട് എന്നും ദുആ ചെയ്യും, എന്നെങ്കിലും ആ ഡോക്ടറിൻ്റെ അടുത്ത് എൻ്റെ മകനെ എത്തിക്കാൻ എനിക്ക് സാധിപ്പിക്കണേ അല്ലാഹ് എന്ന്. അപ്പോൾ ആ ഡോക്ടർ ആ ഉമ്മയോട് ചോദിക്കുന്നു, അയാളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ആ ഉമ്മ പറയുന്നു, അഹമ്മദ് ഷാ എന്നാണ്. ഇത് കേട്ടപ്പോൾ ആ ഡോക്ടർ പൊട്ടിക്കരയുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഡോക്ടറുടെ തോളിൽ തട്ടി ഉമ്മ ചോദിക്കുന്നു, മോനെ എന്തിനാണ് നീ കരയുന്നത്? അപ്പോൾ ആ ഡോക്ടർ ഉമ്മയോട് പറയുകയാണ്, ഉമ്മ, ആ ഡോക്ടർ ഞാൻ തന്നെയാണ്. ഇത് കേട്ട് ഉമ്മയുടെ കണ്ണുകൾക്ക് ഒരു തിളക്കമുണ്ടായി. കാരണം ഉമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തൻ്റെ വീട്ടിലേക്ക് അള്ളാഹു ആ ഡോക്ടറെ എത്തിച്ചു തരുമെന്ന്. ഇതാണ് പ്രാർത്ഥനയുടെ ശക്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.